എക്സാം പ്രിപ്പറേഷൻ 10x സ്പീഡ് ആക്കാനുള്ള ഒരു അടിപൊളി AI ടൂൾ പരിചയപ്പെട്ടാലോ? നമ്മുടെ ChatGPT, Gemini പോലുള്ള ജനറൽ AI ടൂൾ അല്ല, നിങ്ങൾ കൊടുക്കുന്ന റിസോഴ്സിനെ ബേസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് റിവിഷൻ നോട്ട്സും അതുപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ പ്രിപ്പറേഷനും റിവിഷനും ഒക്കെ ഈസി ആക്കാനുള്ള മൈൻഡ് മാപ്സും ഓഡിയോ പോഡ്കാസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു അടിപൊളി AI ടൂളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ നോട്ട്ബുക്ക് LM എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോകുന്നത് ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും. ഇതാണ് ഗൂഗിൾ നോട്ട്ബുക്ക് LMൻ്റെ ഫസ്റ്റ് പേജ് വരുന്നത്. അവിടെ നമ്മൾ ട്രൈ നോട്ട്ബുക്ക് LM കൊടുക്കാം. ദെൻ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ് ഒരു ന്യൂ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ChatGPT, ജെമിനിയിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എടുത്തിട്ടായിരിക്കും നമുക്ക് ആൻസർ തരിക. ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ കൊടുക്കുന്ന സ്പെസിഫിക് റിസോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് കുറേ മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലേ. നമുക്ക് ചിലപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാകും, ഫാക്കൽറ്റീസ് തരുന്ന നോട്ട്സ് ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ നമുക്ക് എത്ര നോട്ട്സ് വേണമെങ്കിലും ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ അപ്ലോഡ് ഫയൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇതിൻ്റെ നല്ല എക്സ്പ്ലനേഷൻ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ആഡ് സോഴ്സസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ യൂട്യൂബിൻ്റെ ലിങ്ക്സ്, യൂട്യൂബ് ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ ഡ്രൈവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ടോപ്പിക്കിൻ്റെ നല്ല എക്സ്പ്ലനേഷനുള്ള ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ നോട്ടും അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്കും, നിങ്ങൾക്ക് ഇങ്ങനെ എത്ര യൂട്യൂബ് വീഡിയോസിൻ്റെ അല്ലെങ്കിൽ എത്ര ലിങ്ക്സ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ദെൻ നിങ്ങൾ കൊടുക്കുന്ന റിസോഴ്സിനെ സമ്മറൈസ് ചെയ്തിട്ടായിരിക്കും, അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആൻസർ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, റിവിഷൻ നോട്ട്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റിവിഷൻ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള റിസോഴ്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം എനിക്ക് റിവിഷൻ നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് തരും. അതുപോലെ നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് കുറച്ച് സ്റ്റുഡിയോ ഫീച്ചേഴ്സ്, സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റുഡിയോ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്റ്റുഡിയോ ഓപ്ഷൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മൈൻഡ് മാപ്സിന് വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് റിവിഷൻ കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈൻഡ് മാപ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മൈൻഡ് മാപ്സിൽ നിങ്ങൾ കൊടുത്ത നോട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഈസി ആയിട്ടുള്ള, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന തരത്തിലുള്ള നമ്മുടെ റിവിഷൻ നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് സിമ്പിൾ ചാർട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു ചാപ്റ്ററിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു മെറ്റീരിയലിൻ്റെയും സിമ്പിൾ ആയിട്ടുള്ള റിവിഷൻ നോട്ട്സ് അല്ലെങ്കിൽ മൈൻഡ് മാപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ മൈൻഡ് മാപ്സ് നിങ്ങൾക്ക് റിവിഷനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി റിസോഴ്സാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് അവിടെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് PPT ഉണ്ടാക്കണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ റിവൈസ് ഒക്കെ ചെയ്തു, ഇനി നമുക്ക് എത്രത്തോളം നമ്മളത് പഠിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് ക്വിസസ് ക്രിയേറ്റ് ചെയ്ത് അത് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്വിസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള, അത് ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു ഫീച്ചറാണ് ഓഡിയോ ഓവർവ്യൂ. അതായത് നിങ്ങളുടെ കയ്യിൽ കുറേ മെറ്റീരിയൽസും നോട്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്കിത് എന്ത് ചെയ്യണം, ഒരു ക്ലാസ് പോലെ ഈസി ആയിട്ട് കേൾക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു പോഡ്കാസ്റ്റ് ഫോമിൽ, അതായത് രണ്ടുപേര് ഇരുന്ന് നിങ്ങളുടെ ആ ഒരു ടോപ്പിക്ക് ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓഡിയോ പോഡ്കാസ്റ്റ് ഇതിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ നമുക്കിവിടെ മലയാളം ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രീഫായിട്ട് വേണോ അതെയോ ഡിബേറ്റ് മോഡിൽ വേണോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഓഡിയോ പോഡ്കാസ്റ്റ് വേണ്ടത് ആ ഒരു ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു നോട്ട്സ് ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് ഫോമിൽ സിമ്പിളായിട്ട് എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓഡിയോ പോഡ്കാസ്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അതുപോലെ നമുക്ക് ഫ്ലാഷ് കാർഡ് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ. ഇത് നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്ത ക്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്യൂസസ് പോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്
പ്രാക്ടീസ് ചെയ്ത് നോക്കണമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ ഫ്ലാഷ് കാർഡ് ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ റിപ്പോർട്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതുപോലെ ചാറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതുപോലെ ഈ ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ പഠിക്കാൻ ഡിഫിക്കൽട്ടാണ്, അപ്പോൾ ചാറ്റ് ജിപിടിയോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ജനറിക് ആയിട്ടുള്ള കുറേ ആൻസേഴ്സ് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നുള്ള കുറച്ച് ഇപ്പോൾ നമ്മൾ നോട്ട്സ് അപ്ലോഡ് ചെയ്താൽ പോലും കുറേ കാര്യങ്ങൾ അത് സ്വന്തമായിട്ട് ആഡ് ഓൺ ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന റിസോഴ്സിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ക്യൂസസ് ആണെങ്കിലും അതുപോലെ നോട്ട്സ് ആണെങ്കിലും മൈൻഡ് മാപ്സ് ആണെങ്കിലും ഓഡിയോ പോഡ്കാസ്റ്റ് ഒക്കെ ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം പ്രിപ്പറേഷന് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ്. നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറേ മെറ്റീരിയൽസും കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സമ്മറൈസ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ റിവിഷനാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് ആയിട്ടും അതുപോലെ മൈൻഡ് മാപ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള AI ടൂൾസ് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ ഇത് യൂസ്ഫുള്ളായി തോന്നുന്ന നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഓക്കെ, ഹാപ്പി ലേണിംഗ്.